ആര്യയുടെ മലയാളത്തിൽ നല്ലൊരു തിരിച്ചുവരവ് തന്നെയാവും. എന്ന് വെച്ചാൽ നല്ലൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് മുരളി ഗോപിയുടെ ഇന്ദ്രൻ സേട്ടൻ. ഫസ്റ്റ് ഹാഫ് ഇതായതേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫിലൊരു നല്ലൊരു തീയിട്ടൊക്കെയാണ്. പടം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ട്. ഇനി സെക്കൻഡ് ഹാഫും കൂടി അറിയണം. പക്ഷേ നന്നായിട്ടുണ്ട്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു വെറൈറ്റി സാധനം. പിന്നെ അത് ആര്യ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ഇതുവരെയായിട്ട് വരാത്തൊരിതാണ്. തമിഴാണ് സംസാരിക്കണമെങ്കിലും ആര്യയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ആ കാസ്റ്റിങ്ങിന് പറ്റിയ ഒരു ഇതുമാണ്. നന്നായിട്ടുണ്ട്. നല്ല പെർഫോമൻസ് കൊണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഈ സെക്കൻഡ് ഹാഫ് പഴയ കാലഘട്ടമാണോ കാണിക്കുന്നത്? പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. നമ്മുടെ പണിയിലെ വില്ലൻ വരുന്ന ഒരു സംഭവമുണ്ട്, അവൻ്റെ തുടക്കത്തിലാണ് കാണിക്കുന്നത്. പിന്നെ പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. ഈ പുതിയ കാലഘട്ടത്തേക്ക് വരുമ്പോഴേക്കും എന്താവുന്ന അറിയണമെങ്കിൽ പടം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഈ പണ്ട് കാലത്ത് അനീതികളെല്ലാം അതെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് പോരാടുന്നൊരു ഇതാണ്. അതിൽ ആര്യ നല്ല അടിപൊളിയായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പാർട്ടി ബേസ് ആണോ? പാർട്ടി ഫസ്റ്റ് അങ്ങനെ പാർട്ടിയുടെ ഇത് കാണിക്കണമൊന്നുമില്ല. ഈ പോലീസുകാരെ വന്ന അഴിഞ്ഞാട്ടം കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നേതാക്കളെയൊക്കെ കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒന്ന് പകുതി ആയതേ ഉള്ളൂ. അപ്പോൾ ഇനി സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് നല്ല തകർപ്പനായിട്ട് അവസാനിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ഇനി എന്താ നോക്കണം. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ആക്ടേഴ്സിൻ്റെ ഒരു പീക്ക് പെർഫോമൻസ് കാണാൻ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ലൂസിഫറും മറ്റേതൊക്കെ ചെയ്തതിന് അതിൻ്റെ ഒരു വേറെ വെറൈറ്റി സാധനമാണ്. എന്ന് വെച്ചാൽ അതിൽ നമ്മൾ ലാലേട്ടനാന്നുള്ളതിലും ഇവന് കൊടുത്ത റോള് ഇവൻ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആര്യയുടെ ഇതായിട്ട് പിന്നെ ഇന്ദ്രൻ സേട്ടനായിക്കോട്ടെ, പിന്നെ നമ്മുടെ മറ്റേ ആക്ടറുടെ പേര് എല്ലാവരും നന്നായിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റിനൊത്ത ഇതായിട്ടാണ് പോകുന്നത്. ഒരു തീപാറിച്ച് നിർത്തിയിട്ടുണ്ട്. നല്ലൊരു ഇതായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഇനി നമുക്ക് നോക്കാം. കേടില്ല പടം. ഫസ്റ്റ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈമാക്സ് എഫക്റ്റാണ് പടം. കാരണം അമ്മാതിരി സ്ക്രിപ്റ്റും എഡിറ്റിങ്ങാണ് അതിൻ്റെ മെയിൻ ഉണ്ട്. കാരണം എന്താ പറയുക, സ്ക്രിപ്റ്റും എഡിറ്റിങ്ങും ആ ഫസ്റ്റ് ഹാഫിന് തൊട്ടുമ്പോൾ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റിങ്ങാണ്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, മുരളി ഗോപി, ജാക്സൺ, എന്താ പണി ചേർത്ത് ജാക്സൺ തന്നെ അറിയപ്പെടും. അങ്ങനെ അമ്മാതിരി പെർഫോമൻസുകളാണ് എനിക്കത്. പിന്നെ വിജയരാഘവൻ്റെ പെർഫോമൻസൊക്കെ ഉണ്ട്. ശരിക്കും കാണേണ്ട പടം തന്നെ ഉണ്ട്. ഒട്ടും ഹൈപ്പില്ലാണ്ട് കണ്ട പടം തന്നെയാണ് ഫസ്റ്റ് ഹാഫ്. വൻ ഹൈപ്പ് തന്നെയാണ്. നല്ല പ്രതീക്ഷയുണ്ട് സെക്കൻഡ് ഹാഫ്. എങ്ങനെ പോകുന്നു കണ്ടറിയാം. ഫസ്റ്റ് ഹാഫ് എന്ന് പീക്ക് എന്ന് പറഞ്ഞല്ലേ അമ്മാതിരി പീക്ക് തീയാണ് പടം. കിടിലൻ ആക്ഷൻ, കിടിലൻ എഡിറ്റിംഗ്, കിടിലൻ പെർഫോമൻസ് ആണ്. ആര്യ, അതുപോലെ മുരളി ഗോപിയുടെ ഡയലോഗ്, അതുപോലെ ഇന്ദ്രൻ സേട്ടൻ്റെ ഒരു ഇൻട്രോ ഉണ്ട്. പെട്ടെന്ന് നമ്മൾ കൈയടിച്ചോ. കിടിലൻ സാധനമാണ്. മസ്റ്റ് വാച്ചാണ്. ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് നമുക്ക് ക്ലൈമാക്സ് നമുക്ക് ആ പടം കണ്ടതിൻ്റെ ഒരു ഇത് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് തന്നെ ആ പടം കണ്ടിരിക്കുമല്ലേ. നമുക്ക് എന്തായാലും സെക്കൻഡ് ഹാഫിന് നടക്കാൻ പോണെന്നുള്ളതാണ്. കിടിലാണ്. എല്ലാം അടിപൊളിയാണ്. എന്തായാലും ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. മുരളി ഗോപിയില്ലേ പൊളിച്ചാണ്ട് ഈ പ്രാവശ്യം. ഡയറക്ടറും അടിപൊളിയാണ്. നല്ല ഡയറക്ഷനൊക്കെ സെറ്റ് ഡയറക്ഷൻ, ഒന്നും പറയാത്ത ഡയറക്ഷനാണ്. ഈ പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്? പഴയത് തന്നെ 2015 മുമ്പുള്ള കാലഘട്ടങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒന്നും പറയില്ല വെച്ചാൽ സീനൊന്നും പടം വൻ